തിരുവനന്തപുരം ജില്ലയിൽ പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണ് വാമനപുരം. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന DK മുരളി ഇത്തവണ ഹാട്രിക് വിജയമാണ് മണ്ഡലത്തിൽ ലക്ഷ്യമിടുന്നത്. ഇടതുകോട്ടയിൽ വിള്ളൽ വീഴ്ത്താൻ യുവമുഖത്തെയാണ് കോൺഗ്രസ് പരീക്ഷിക്കുന്നത്. കാണാം വാമനപുരം മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡലം, ജില്ലയിൽ കൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ പുഴയായ വാമനപുരം പുഴ. ഈ പുഴയുടെ തീരത്താണ് പ്രസിദ്ധമായ തിരുവാമന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ആരാധനമൂർത്തിയാകട്ടെ മഹാവിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമായ വാമനദേവനും. അങ്ങനെ വാമനയുടെ നഗരം പിന്നീട് വാമനപുരമായി മാറി. സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രവും തനത് കലാസാംസ്കാരിക പാരമ്പര്യ മൂല്യമുള്ള വാമനപുരത്തിന്റെ രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ അടിയുറച്ച ഒരു ചരിത്രമുണ്ട്. ഭൂപ്രകൃതിയാൽ ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞ മണ്ഡലം. തിരുവനന്തപുരം ജില്ലയുടെ വടക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന വാമനപുരം മണ്ഡലത്തിലെ മലയോര കർഷകരുടെയും ചെറുകിട കച്ചവടക്കാരുടെയും മനസ്സ് പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിനൊപ്പമാണ്. ശക്തമായ വലതു തരംഗത്തിലും വാമനപുരത്തിന്റെ മണ്ണിൽ പാറിയത് ചെങ്കൊടി തന്നെ. മണ്ഡല രൂപീകരണത്തിന് ശേഷം 1977 കല്ലറ വാസുദേവൻ പിള്ളയിലൂടെ തുടങ്ങിയതാണ് മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിന്റെ വിജയ തേരോട്ടം. അതിനുശേഷം കോലിയക്കോട് കൃഷ്ണൻ നായരും പീരപ്പൻകോട് മുരളിയും ജെ അരുന്ധതിയും മണ്ഡലത്തെ പ്രതികരിച്ച് നിയമസഭയിലെത്തി. ആകെ 2 തവണ മാത്രമാണ് കോൺഗ്രസിന് ഇവിടെ നിന്നും ജയിക്കാനായിട്ടുള്ളത്. 1965-ലെയും 67-ലെയും തിരഞ്ഞെടുപ്പുകളിൽ മാത്രം. ഒടുവിൽ കഴിഞ്ഞ 10 വർഷമായി DK മുരളിയിലൂടെ മണ്ഡലം ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നു. നെടുമങ്ങാട് താലൂക്കിലെ 9 ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാമനപുരം നിയോജക മണ്ഡലം. മലയോര മേഖലയിലെ റോഡുകളുടെ വികസനം, കുടിവെള്ള ലഭ്യത, ക്ഷേമ പെൻഷനുകളുടെ വിതരണം, ആരോഗ്യമേഖല തുടങ്ങിയവയാണ് വോട്ടർമാരെ സ്വാധീനിക്കുന്ന നിർണായക ഘടകങ്ങൾ. കഴിഞ്ഞ 10 വർഷത്തിൽ മണ്ഡലത്തിൽ 2000 കോടി രൂപയുടെ വികസനം നടപ്പിലാക്കിയ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി DK മുരളി ഇത്തവണയും മത്സര രംഗത്തുള്ളത്. ഇവിടെ ഈ 10 വർഷക്കാലം കൊണ്ട് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങളുടെ മുന്നിലുണ്ട്. അതിൻ്റെ ഒരു അംഗീകാരം തീർച്ചയായിട്ടും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എനിക്ക് ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല, ജനങ്ങളോട് വളരെ സൗഹൃദത്തോടെ ഈ കാലഘട്ടത്തിൽ പെരുമാറാനും എന്നോട് സമീപിക്കുന്ന എല്ലാവരോടും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി കഴിയുന്നത്ര സഹായിക്കാനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ LDFന് അതിനുള്ള അടിത്തറയും ഈ മണ്ഡലത്തിലുണ്ട്, ജയിക്കാനാകും. അതേസമയം അർദ്ധനഗര ഗ്രാമീണ മേഖലകൾ ഒത്തുചേരുന്ന വാമനപുരം നിയോജക മണ്ഡലത്തിലെ വികസന മുരടിപ്പ് ഉയർത്തിക്കാട്ടിയാണ് UDF പ്രചാരണം. അട്ടിമറി വിജയം നേടാനായി ഇത്തവണ കോൺഗ്രസ് പരീക്ഷിക്കുന്നത് യുവ സ്ഥാനാർത്ഥി സുധീർ ഷാ പാലോടിനെയാണ്. 50 വർഷമായി ഇടതുപക്ഷം ഇവിടെ വന്നിട്ട് യാതൊരു നേട്ടവും അതിനെപ്പറ്റി കാണുന്നില്ല. ഇപ്പൊ ഈ പയ്യൻ വരണമെന്നുള്ളതാണ് നമ്മളെ നോട്ടം. മാറ്റം നോട്ടം. 2016-ലെയും 2021-ലെയും തെരഞ്ഞെടുപ്പുകളിൽ 10,000-ത്തിനടുത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് CPIM സ്ഥാനാർത്ഥി DK മുരളി വിജയിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പമുണ്ടാകുമെന്ന് പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ മണ്ഡലത്തിൽ മികച്ച മുന്നേറ്റമാണ് UDF നടത്തിയത്. ഇരു മുന്നണികൾക്കും ശക്തമായ ഭീഷണിയല്ല NDA BJP സഖ്യം ഉയർത്തുന്നതെങ്കിലും വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ NDAക്ക് സാധിക്കും. നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലും നടപ്പിലാക്കുകയാണ് ലക്ഷ്യമെന്ന് NDA BDJ സ്ഥാനാർത്ഥി വേണു കാരണവർ. ഞങ്ങളെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ എന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് 2ാം ഭാഗത്താണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ മോദിജിയുടെ വികസന അജണ്ട മാത്രമാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത്. ബാക്കിയുള്ള അഴിമതിയും നാറുന്ന കഥകളുമൊക്കെ ഞങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ജനങ്ങൾ ഓൾറെഡി അവരുടെ മനസ്സിലിതുണ്ട്, പതിഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടത് വികസനമാണ്. ആ വികസന കാഴ്ചപ്പാടിൽ തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് സ്ഥാനാർത്ഥികൾ ആരാണ്, 50 വർഷത്തെ പാരമ്പര്യം, ഇതൊന്നും ജനങ്ങൾക്ക് ഇപ്പോൾ അവരിൽ വിശ്വാസമില്ല. ശക്തമായൊരു ത്രികോണ മത്സരത്തിന്റെ സാധ്യത മണ്ഡലത്തിൽ നിലവിലില്ല. ഹാട്രിക് വിജയം തേടിയാണ് DK മുരളി ഇത്തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. താരതമ്യേന പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായ സുധീർ ഷാ പാലോടിനെ മണ്ഡലത്തിലെത്തിച്ച് ചരിത്ര വിജയം നേടാനാണ് കോൺഗ്രസിന്റെ ശ്രമവും. സ്ഥാനാർത്ഥികളുടെ വികസന ചർച്ചകളും ജാതി സമവാക്യങ്ങൾക്കും ഒക്കെ അപ്പുറം താഴെത്തട്ടിലെ പ്രവർത്തന മികവ് തന്നെയാണ് ജയപരാജയം നിർണ്ണയിക്കുന്നത്. വാമനപുരം നിയോജക മണ്ഡലത്തിൽ നിന്നും ഷിബു ചെടിച്ചേരിക്കൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.